GST-ക്കകത്ത് മെയ് മാസത്തെ റിട്ടേൺ മുതൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ രണ്ട് ചേഞ്ചസ് ആണ് ടേബിൾ 12 ആൻഡ് ടേബിൾ 13 കമ്പൽസറി ആക്കി എന്നുള്ളത്. ഇതുവരെ കമ്പൽസറി അല്ല എന്നുള്ള കണക്കിൽ ടേബിൾ 13 ഡോക്യുമെന്റ് ഇഷ്യൂഡ് ആരും കാണിക്കാറില്ലായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് ഇഷ്യൂഡ് കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ HSN സമ്മറി അഥവാ ടേബിൾ 12ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് B2B സപ്ലൈസ് B2C സപ്ലൈസ് എന്ന് പറഞ്ഞ് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ളത് കാണാം. അപ്പൊ നിങ്ങളുടെ B2B B2C സെയിൽസ് ഈ രണ്ട് രൂപത്തിൽ അതിന്റെ HSN കാണിക്കുക, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ HSN എൻ്റർ ചെയ്യുന്ന സമയത്ത് മാനുവൽ എൻട്രി ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നു. ഇനി അങ്ങോട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലുള്ള HSN മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓട്ടോ ഫില്ലഡ് ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് HSN കോഡിന്റെ ലിസ്റ്റ് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ഈ ടാബുകൾ ഫില്ല് ചെയ്യാണ്ട് നിങ്ങൾക്ക് GST ഫയലിംഗ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ സപ്ലൈ കാണിക്കുന്ന ടാബുകളും HSN ഡീറ്റെയിൽസും തമ്മിൽ മാറ്റമുണ്ടെങ്കിൽ, ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡിഫറൻസ് വാലിഡേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വാർണിംഗ് മെസ്സേജ് വരികയും ചെയ്യും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു പഠിക്കാവുന്നതാണ്.